നമുക്ക് മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് അത് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന കാര്യമാണ്. ബന്ധികളായിട്ടുള്ള വനിതകളെയാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ കണ്ടത്. അതായത് ഈ ഒരു ബന്ധികൾ, അതായത് ഇസ്രായേലി ബന്ധികൾ പോകുന്നതിന് മുന്നോടിയായിട്ട് ഹമാസിനോട് ചിരിച്ച് സംസാരിക്കുന്നതും അതുപോലെ തന്നെ പോകുന്നതിന് മുന്നോടിയായിട്ട് അവരെ കൈവീശി കാണിക്കുന്നതും എല്ലാം തന്നെ നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. ഹമാസിൻ്റെ കീഴിൽ കൊടിയ പീഡനങ്ങൾ നടക്കുന്നു എന്ന് പ്രചരിപ്പിച്ചിരുന്ന ഇസ്രായേലിനെ പോലൊരു രാജ്യത്തിന് ഇത് കാണാൻ നേരത്ത് ഉറപ്പായിട്ടും അവരുടെ ആ ഒരു പ്രചരണത്തിൻ്റെ മുനയൊടിയുന്ന ഒരു വിഷ്വൽസും അതുപോലെ തന്നെ പിക്ചേഴ്സുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതനുസരിച്ചുള്ള പിക്ചേഴ്സാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് ഈ ഹമാസ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തിരിക്കുന്നത്, അവരെ മോചിപ്പിച്ചിരിക്കുന്നത്. അതിനിടെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക അറ്റാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. അത് ആ ഒരു മേഖലയെ മൊത്തം ഒരു വാറിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുമാണ് അദ്ദേഹം ഈ ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരങ്ചിയാണ് അൽ ജസീറയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ഇതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം റീസെൻ്റ്ലിയാണ് ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മിലിറ്ററി ഡ്രില്ലുകളും അതുപോലെ തന്നെ അവരുടെ ആയുധശേഖരവും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ആയുധശേഖരങ്ങൾ ഇതിൻ്റെ എല്ലാം വിഷ്വൽസ് പുറത്തുവിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യമല്ല. ആ ഒരു രാജ്യത്തിൻ്റെ പുറകിലായിട്ട് റഷ്യ എന്ന് പറയുന്ന വൻ ശക്തിയും ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തൊട്ട് കളിക്കാനായിട്ട് മറ്റ് രാജ്യങ്ങൾ ഒന്നും മടിക്കും. എന്നാൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഇപ്പോഴുള്ളത് ഡൊണാൾഡ് ജെ ട്രംപ് ആണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നമുക്കറിയാം. അതായത് വളരെയധികം അൺപ്രെഡിക്റ്റബിൾ ആണ്. അദ്ദേഹം അടുത്ത മൂവ്മെൻറ്റ് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടായിരിക്കണം ഇറാൻ ഫോറിൻ മിനിസ്റ്റർ ഈ ഒരു വാണിംഗ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. അതിനിടെ 3 ഹോസ്റ്റേജസിനെയാണ് ഇന്ന് ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത്. റെഡ് ക്രോസിനാണ് ഇപ്പോൾ ഇവരെ കൈമാറിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇസ്രേലി ഫോഴ്സസിന് ഈ റെഡ് ക്രോസ് ഈ ബന്ധികളെ കൈമാറുന്നത്. ഈ വിട്ടയച്ച 3 ബന്ധികളിൽ 2 പേരെ കൈമാറിയിരിക്കുന്നത് ഖാൻ യൂനിസിൽ വെച്ചാണ്. അതായത് നമുക്കറിയാം, അത് നേരത്തെ മരണപ്പെട്ടിട്ടുള്ള ഹമാസിൻ്റെ ചീഫായിട്ടുള്ള യഹിയ സിൻവാറിൻ്റെ വീടിന് സമീപം വെച്ചാണ് ഈ 2 പേരെ കൈമാറിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത, തന്ത്രപ്രധാനമായിട്ടുള്ള റാഫ ബോർഡർ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. എത്ര കണ്ട് തന്ത്രപ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡറാണ് നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഈജിപ്തിനെയും ഗസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. ഈ റഫ ബോർഡർ തുറക്കുന്നതോടുകൂടി തന്നെ ഗസയിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ ബോർഡർ തുറക്കുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഈ ഗസയിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ, പരിക്ക് പറ്റിയിട്ടുള്ള വ്യക്തികൾ, ഇവരെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവിടെ വേണ്ട രീതിയിലുള്ള, അതുപോലെ തന്നെ ഹമാസിൻ്റെ പ്രവർത്തകരില്ലേ, അവർക്കും ഇഞ്ചുറി പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ ഒരു റഫ ബോർഡർ വഴി ക്രോസ് ചെയ്ത് ഈജിപ്തിലെത്തിച്ച് അവിടെ വെച്ച് വിദഗ്ധ ചികിത്സ നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഇത് തുറന്നതിനുണ്ട്.